ഞാൻ അടുത്തുള്ള ഒരു വീട്ടിലും പോവില്ല. എൻ്റെ വീട്ടിൽ വന്നാണ് ഓരോ ആൾക്കാരും വന്ന് എന്നെ അടിക്കാനും എടുക്കാനും എന്തെങ്കിലും കാരണത്തിന് അവർക്ക് എന്നെ അടിക്കണമെന്നാണ് അവർ പറയുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് രാവിലെ കാട്ടാക്കട വരെ പോകുന്ന വഴിയിൽ നമ്മുടെ ബാലനാപുരം കഴിഞ്ഞിട്ട് നമ്മുടെ എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇവിടെ ഞാൻ റോഡിൽ പോകുമ്പോൾ ജസ്റ്റ് ഞാൻ പാസ് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നാണ്. ഒരു ഉമ്മയും മകളും കൂടെ ലോട്ടറി കച്ചവടമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ലോട്ടറി എടുക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. എന്നാലും അവരെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഉമ്മ എത്ര നാളായി ഈ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്? ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് 4 വർഷമാകുന്നു. 4 വർഷം കൊണ്ട് ഭർത്താവ് മരിച്ച് 5 വർഷമായി. അപ്പൊ ഈ 4 വർഷം കൊണ്ട് ഈ മോളെ നോക്കാൻ കരുതി ഈ ലോട്ടറി ടിക്കറ്റ് 30 എണ്ണം വിറ്റ് ഉള്ള ചെലവാണ്. ചില ദിവസം വിൽക്കും, ചില ദിവസം വിൽക്കാത്ത ദിവസമുണ്ട്. ചില ദിവസങ്ങളിൽ പ്രൈസ് കിട്ടും, ചില ദിവസം പ്രൈസ് കിട്ടാത്ത ദിവസം. ഇതുകൊണ്ടുള്ള ഉപജീവനമാർഗമാക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. മോക്ക് ജന്മകാല് 2 കാലും തന്നെ ഇല്ല. വേറെ ആരും സഹായിക്കാനായിട്ട് ഇളയത് മുട്ടത് ആരുമില്ല, എല്ലാവരും മരിച്ചു പോയി. അപ്പോഴേ വേറെ ആരും സഹായിക്കാനൊന്നും ഇല്ല, വേറെ സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ലോട്ടറി വിറ്റൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ചിലവര് വല്ല അരി വാങ്ങി തരണവർ കാണും, ചിലവര് പൊതിച്ചോറ് കൊണ്ട് തരണവർ കാണും. അങ്ങനെയുള്ള സഹായങ്ങൾ. താമസിക്കുന്നത് എവിടെയാണ്? ഇതിന്റെ മുകളിലാണ്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് അവർ താമസിക്കുന്നത്. ഈ ലോട്ടറി വിറ്റുള്ള ഉപജീവനം മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു 10-30 ലോട്ടറിക്കകത്തേ അവർക്ക് വിൽക്കുള്ളൂ അല്ലേ? അത്രയൊക്കെ വിൽക്കുള്ളൂ. ഈ മകളെ സഹായിക്കാനായിട്ട് ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും കൂടെ ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും ഉമ്മ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അവർക്ക് വേറെ താങ്ങും തണലുമായിട്ടൊന്നും ആരുമില്ല. ആ ഒരു അവസ്ഥയിലാണ്. കഴിവതും ഇടുതുവഴി പോകുന്നവർ അവരുടെ ഒരു ലോട്ടറിയെങ്കിലും എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അവരെ നേരത്തെ അവരുടെ ഒരു ടാർഗറ്റ് ടിക്കറ്റ് ഉണ്ട്, അതൊന്ന് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ അവർ നേരത്തെ പോകും. അപ്പം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സഹായമാണത്. ഒരു ലോട്ടറിയെങ്കിലും എടുത്ത് സഹായിക്കുക എന്നുള്ളത്. അറിയത്തക്ക ഒരു പൊതിച്ചോറ് കൊണ്ട് തരുന്നവരുണ്ട്. ചില വീട്ടുകളിൽ നിന്ന് അരികൾ കൊണ്ട് തരും. 1 കിലോ അരി ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുതരും. അപ്പൊ എല്ലാ ദിവസവും ഇവിടെ തന്നെ കാണുമോ? എല്ലാ ദിവസവും ഇവിടെ തന്നെ കാണും. ഹസ്ബൻഡിന് എന്താ അസുഖമായിരുന്നു? അറ്റാക്ക് ആയിരുന്നു. പുള്ളി എന്ത് ജോലിയാണ് ചെയ്തോണ്ടിരുന്നത്? മീൻ കച്ചവടമായിരുന്നു. മരിച്ചിട്ട് 5 വർഷമായി. 5 വർഷമായി. ബിസ്ലിയുടെ വാപ്പ മരിച്ചിട്ട് ഏകദേശം 5 വർഷമായി. അതിനുശേഷമാണ് അവർക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നത്. അവരുടെ വാപ്പ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടും അവർക്ക് വലിയ രീതിക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? പുള്ളി ജോലിക്കൊക്കെ പോയി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹം പോയതിന് ശേഷം ഈ അമ്മയും മകളും വഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ട് വേണം അവരുടെ ഒരു ലോട്ടറിയെങ്കിലും എടുത്തൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ റോഡ് സൈഡിൽ ഈ ഉമ്മ വന്ന് ഈ ലോട്ടറി വിറ്റ് തീരുന്നവരെ ഇങ്ങനെ ഒരേ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഈ ഭിന്നശേഷിയുടെ സംഘടനകളൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒന്ന് ഇടപെട്ട് അവർക്കൊരു ചെറിയൊരു ലോട്ടറി തട്ടെങ്കിലും അവർക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമെങ്കിലും ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നവരാണ് അവർ. അമ്മ അത്രയും നേരം ആ ഉമ്മ അവിടെ നിൽക്കുകയാണ്. ഈ ചിലപ്പോൾ ഉച്ച കഴിയുമല്ലേ? 4 മണി, 2:30 മണിയാവും, 3 മണിയും ആവും. 2:30-3 മണിയൊക്കെ ആവും. ഓടി നടന്ന് അവർക്ക് മകളെയും കൊണ്ട് നടന്ന് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും അവർ ഇരിക്കുന്ന സ്ഥലവും എനിക്കൊന്നും ഒരു സേഫ് അല്ല എന്ന് എനിക്ക് പറയാം. കാരണം ഇത് വളവാണ്. വളവിലിരുന്ന് കഴിഞ്ഞാൽ കഴിവതും വണ്ടിക്കാരൊന്നും അധികം നിർത്തില്ല, നോക്കുകയുമില്ല. അപ്പോൾ സേഫായിട്ടുള്ളൊരു സ്ഥലമല്ല കുറച്ചുകൂടെ ഈ വളവിലെന്ന് പറയുന്നത്. അവർ കാണുന്ന ചുരുക്കം ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ വീട് സ്വന്തമായിട്ടുണ്ടോ? 2 സെന്റ് ഭൂമിയുണ്ട്. വീട് പണിയൊന്നും ചെയ്തിട്ടില്ല. മോള് തറയിൽ കൂടെ ഇഴഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പൊടിയെല്ലാം മുഖത്തും വായിലെല്ലാം അടിച്ച് അത് അണുക്കളായി, പിന്നെ അസുഖമായി, ചൊറിച്ചലായി, ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം കഴുത്തെല്ലാം ഇതായി. അവിടെ നിന്ന് കൊണാവും. ഇപ്പം എൻ്റെ കൈ മൊത്തം ചൊറിച്ചൽ. വീടിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. കാരണം എന്ന് പറയുന്നത് സിമെൻറ്റും തറയൊന്നും ഇട്ടിട്ടില്ല. അപ്പം അതിൻ്റെ അലർജി തന്നെ അവരുടെ ദേഹത്തുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മോശമായ അവസ്ഥയിലാണെന്നാണ് പറഞ്ഞത്. അപ്പം മോൾ അയച്ചു തരുമോ? വാട്സാപ്പിലൊന്ന് അയച്ചു തരാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ സേഫ് ആണോ? വീട്ടിൽ ഞാൻ ഇരുന്നും കൊണ്ട് പാചകമൊക്കെ എല്ലാം ചെയ്യും. ഞാൻ അടുത്തുള്ള ഒരു വീട്ടിലും പോവില്ല. എൻ്റെ വീട്ടിൽ വന്നാണ് ഓരോ ആൾക്കാരും വന്ന് എന്നെ അടിക്കാനും എടുക്കാനും എന്തെങ്കിലും കാരണത്തിന് അവർക്ക് എന്നെ അടിക്കണമെന്നാണ് അവർ പറയുന്നത്. ഞാൻ അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കാൻ വേണ്ടി പോവില്ല. ഞാൻ വീടിൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. കതവും അടച്ചിട്ട് വീടിൻ്റെ അകത്ത് ഇരിക്കും. പിന്നെ പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ വഴിയാണോ ഇറങ്ങി വരുന്നത്? ഈ വഴിയാണ്. ഇറക്കിക്കൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവർ നല്ല കയറ്റത്തിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. വീൽ ചെയർ ഒന്നും ഈ ഉമ്മയുടെ കയ്യിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും അവരുടെ ഉപജീവനമാർഗം നടത്താൻ വേണ്ടിയാണ് അവർ ഇറങ്ങി വരുന്നത്. അപ്പം വീട്ടിൻ്റെ അടുത്തുനിന്നൊക്കെ ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയാലും ഒന്ന് ഇത്
ഒന്ന് കണ്ടിട്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഒന്ന് സ്വീകരിക്കണം കേട്ടോ. കാരണം പഞ്ചായത്ത് മെമ്പർമാരാണ് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അവരുടെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പായാലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. വീട് മെയിൻ്റനൻസിനായാലും, വീട് മെയിൻ്റനൻസിനൊന്നും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല. അവർ ഒരു 50,000 രൂപ തന്നപ്പോഴാണ് ആ വീട് വെച്ചത്. അത് ഞാൻ കൊച്ചു സ്റ്റാൻഡേർഡിൽ പഠിച്ചോടുന്ന സമയത്തായിരുന്നു. ഓ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ അവരടുത്ത് 2-3 പ്രാവശ്യം മെയിൻ്റനൻസ് പോയി ചോദിച്ചപ്പോൾ ആരും തന്നിട്ടില്ല. മഴ പെയ്താൽ വീടിനകം വെള്ളം കെട്ടും, പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. വീടിനകത്തുനിന്ന് കട്ടിലിൽ ഇരുന്ന് അങ്ങനെ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവര് പറഞ്ഞ അനുഭവങ്ങളൊക്കെ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് പാസ് ചെയ്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. തിരിച്ച് വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു ലോട്ടറിയെങ്കിലും ഞാൻ എടുത്തിട്ട് പോകാം. നമ്മളെ കൊണ്ട് വലുതായിട്ട് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ. ഇത് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആർക്ക് കണ്ടാലും കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ അത്രയും ഒരു കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ വീഡിയോ എത്തിക്കുന്നത്.